നമ്മുടെ കോടതികൾക്ക് ചിലപ്പോൾ വട്ടാണോ എന്ന് നമുക്ക് സംശയിക്കുന്നു. അതോ അവരിപ്പോഴും പൊട്ടക്കുളത്തിലെ തവളകളായിട്ടാണോ ജീവിക്കുന്നത്? ഇന്ന് ഒരു വാർത്ത വന്നു. അലഹാബാദ് ഹൈക്കോടതിയിൽ 2 ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതി ഉത്തരവിനെതിരെ അലഹാബാദ് ഹൈക്കോടതി ഒരു വിധി നടത്തി. ആ വിധി അവിടെ നിൽക്കട്ടെ, അവർക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ആലോചിക്കാം. പക്ഷെ ആ വിധിക്ക് പറഞ്ഞ കാരണങ്ങളാണ് വളരെ 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 വിചിത്രം. 2012-13 നിർഭയ കേസിന് ശേഷം ഇന്ത്യയിലെ ശിക്ഷാ നിയമത്തിലും അതുപോലെ നടപടിക്രമങ്ങളിലും ക്രിമിനൽ നടപടി ചട്ടങ്ങളിലും വരുത്തിയ മാറ്റങ്ങളൊന്നും ഈ ജഡ്ജി കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ അദ്ദേഹം പറയുന്ന അന്ന് മുമ്പുള്ള ബലാത്സംഗ നിയമങ്ങൾക്കൊക്കെ ചിലതുണ്ടായിരുന്നു. ബലാത്സംഗം നടന്നു എന്നറിയണമെങ്കിൽ പെനിട്രേഷൻ നടന്നിരിക്കണം എന്ന രൂപത്തിലൊക്കെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പോയി ജഡ്ജി അങ്ങ് കണ്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ 14 സെക്കൻഡിൽ കൂടുതൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പ്രതിയാക്കാം. അവരുടെ ശരീരഭാഗങ്ങളെ പറ്റി അതിനെപ്പറ്റി കമന്റ് പറഞ്ഞാൽ നിങ്ങളെ പ്രതിയാക്കാം. അങ്ങനെ നിരവധി നിയമങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീപീഡനം എന്നത് കേവലം ബലാത്സംഗം മാത്രമല്ല എന്ന് അന്നത്തെ 376 ഇപ്പോൾ മാറിയിട്ടുണ്ട്. വളരെ കൃത്യമായി ഭേദഗതി ചെയ്തിട്ട് അതനുസരിച്ചാണെങ്കിൽ ഈ ജഡ്ജി പറയുന്നത് നിയമവിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങൾ രസമാണ്. ഒന്ന്, ഒരു സ്ത്രീയുടെ മാറിടത്തിൽ പിടിക്കുന്നത് ബലാത്സംഗമല്ല എന്നല്ല, ബലാത്സംഗ ശ്രമം പോലുമല്ല. അപ്പം ഈ പെണ്ണുങ്ങളുടെ മാറത്ത് കയറി പിടിക്കാമോ ആളുകൾക്ക്? അങ്ങനെയാണോ? അതിനൊരു കുറ്റമില്ലേ? ശിക്ഷയില്ലേ? വേണമെങ്കിൽ മോഡസ്റ്റി അത് ചെറിയ എന്തെങ്കിലും കുറ്റം കൊടുത്ത് പോയി ശിക്ഷ ആണോ? രണ്ടാമത് പറയുന്നത് അതിലേറെ ഗുരുതരമാണ്. പൈജാമയുടെ ചരട് വലിച്ച് അഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ബലാത്സംഗവും അല്ല, ബലാത്സംഗ ശ്രമവുമല്ല. ബലാത്സംഗ ശ്രമം പോലും ബലാത്സംഗത്തിന് തുല്യമായി കുറ്റമായി കണക്കാക്കുന്ന ഒരു രാജ്യം അത്. ഒരു നിയമസംഹിത നമുക്കുള്ളത്. ബലാത്സംഗ ശ്രമമല്ല. പിന്നെ പൈജാമ അഴിക്കുന്നത് ബലാത്സംഗത്തിലല്ലാതെ വേറെ എന്തിനാ? ഒരു അന്യ പുരുഷൻ ഒരു സ്ത്രീയുടെ പൈജാമയുടെ വള്ളി അഴിക്കുന്നത് എന്തിനാ? ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല ഈ ജഡ്ജി പറഞ്ഞത്. മൂന്നാമതാണ് അതിലേറെ വിചിത്രം. ഒരു സ്ത്രീയെ വലിച്ചഴിച്ച് കൊണ്ടുപോയാൽ അത് ബലാത്സംഗ ശ്രമം എന്ന് പറയാൻ പറ്റില്ല. വലിച്ചഴിച്ച് അയാൾക്ക് മാത്രമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഒരു പെൺകുട്ടിയെ കുറച്ചാളുകൾ കൂടി ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി വായ പൊത്തി കൊണ്ടുപോയി ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. ആ കുട്ടിയുടെ മാറത്ത് പിടിച്ചു. ആ കുട്ടിയുടെ പാവാട വലിച്ചഴിച്ചു. പൈജാമയുടെ വള്ളി വലിച്ചഴിച്ചു. ഇതൊക്കെ ഇതിലുണ്ട്. എന്നിട്ട് ജഡ്ജി പറയുന്നത് ഇതൊന്നും വലിയൊരു കുറ്റമൊന്നുമില്ല, ബലാത്സംഗ കുറ്റമോ ബലാത്സംഗ ശ്രമമായിട്ട് പെടുത്താൻ പറ്റില്ലെന്ന്. ഇതിന് എന്തർത്ഥമുള്ളത്? ഇത് ആ ജഡ്ജിയുടെ ഒറ്റപ്പെട്ട വീക്ഷണമാണോ? അതോ ഒരു ഹൈക്കോടതി വിധി എന്നതുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് മുഴുവൻ ബാധകവും മറ്റ് സംസ്ഥാന ഹൈക്കോടതികൾക്ക് അത് നിർദ്ദേശപരവുമാണ്? വേറെ ആൾക്ക് വേണമെങ്കിൽ കേരള ഹൈക്കോടതിയിലും വന്നിട്ട് ഇത് കാണിക്കാം. അലഹാബാദ് ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ഇതുപോലെ വേണം. ഞാൻ വെറുതെ മറ്റൊരു സ്ത്രീയുടെ പൈജാമയുടെ ഇത് വലിച്ചഴിച്ചോളൂ, ഞാൻ അവരുടെ മാറത്തുനിന്ന് വെറുതെ പിടിച്ചോളൂ, ഞാൻ അവരെ റോട്ടിൽ കൂടെ വലിച്ചഴിച്ച് എൻ്റെ വീട്ടിലേക്ക് സ്ഥലത്തിൽ കൊണ്ടുപോയുള്ളൂ, ഇതൊന്നും ബലാത്സംഗ ശ്രമമല്ല എന്ന് അലഹാബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് സുപ്രീം കോടതിയിൽ ഇത് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും സുപ്രീം കോടതി ജഡ്ജിമാരെ ഇതിനെ കാണാന്നുള്ളത്. വളരെ ഗുരുതരമായ വിഷയമാണ്. കാരണം സ്ത്രീകളെ പല രൂപത്തിൽ ഉപദ്രവിക്കുന്നവർ, സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കുട്ടികളുടെ നേരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മയക്കുമരുന്നിൻ്റെയൊക്കെ ലഹരികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്ര വിചിത്രമായൊരു വിധി വിധിച്ച് ഇന്ത്യയിലെ കോടതികളെ മുഴുവൻ എന്താ പറയുക, പല്ലും നഖവും ഇല്ലാത്തവരാക്കി, സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്തതാക്കി, അങ്ങനെ ഒരു വിധി നിലനിൽക്കാൻ പാടില്ല. സുപ്രീം കോടതി ഇതിൽ ഇടപെടണം. ആ കേസിൽ ഹൈക്കോടതിയുടെ വിധിന്യായം അല്ലെങ്കിൽ ആ കമൻസ് റദ്ദാക്കി ഇവരെ ജയിലിലടയ്ക്കണം എന്നാണ് എനിക്ക് പറയാൻ.